നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞു. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കുന്നത് തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു. അതിതീവ്ര മഴയിലും കടൽക്ഷോഭത്തിലും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം വൈകിയെന്ന് വിമർശനം. അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദ പാത്തിയും അതിതീവ്ര ന്യൂനമർദ്ദവുമാണ് കനത്ത മഴയ്ക്ക് കാരണമെന്ന് അധികൃതർ. തൃശൂർ നഗരത്തിൽ വെള്ളക്കെട്ടിനിടയാക്കിയത് കാനകളുടെ അശാസ്ത്രീയ നിർമ്മാണമെന്ന് ആക്ഷേപം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാനകൾ യഥാസമയം വൃത്തിയാക്കാത്തതും ദുരിതത്തിനിടയായി. തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ടിനിടയാക്കിയത് കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെന്ന് മുൻ മേയറും MLA-യുമായ രാജൻ ജെ പല്ലൻ. മഴ കനത്തതോടെ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളം ഒഴുകിപ്പോകാനായി അറപ്പ തുറന്നു. എറിയാട്, എടവിലങ്ങ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള പുതിയ റോഡ് കടപ്പുറത്താണ് അറപ്പ തുടർന്നത്. വടക്കേക്കാട് ജ്വല്ലറി കവർച്ചാ ശ്രമത്തിൽ 2 പേർ പിടിയിൽ. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നൌഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒരാളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ്. ശക്തമായ മഴയിൽ എടവിലങ്ങിൽ വീട് തകർന്നു. എടവിലങ്ങ് സൊസൈറ്റിക്ക് സമീപം രാമൻകുളത്ത് ശോഭനയുടെ വീടാണ് തകർന്നത്. പഴയന്നൂർ 18-ാം വാർഡിലെ കുമ്പളങ്ങോട് 106-ാം നമ്പർ അംഗൻവാടിയിൽ വെള്ളം കയറി. തൊട്ടടുത്തുള്ള തോട് കരകവിഞ്ഞതാണ് അംഗൻവാടിയിൽ വെള്ളം കയറുവാൻ കാരണം. മറ്റത്തൂർ വെള്ളിക്കുളം വലിയ തോടിനു ചേർന്നുള്ള 3 വീടുകൾ വെള്ളക്കെട്ടിലായി. സമീപത്തെ തോടിന്റെ ബണ്ട് ഇടിഞ്ഞുപോയതാണ് വീടുകളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം പൂർണ്ണമായും വെള്ളക്കെട്ടിലമർന്ന ചാവക്കാട് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും വെള്ളം പൂർണ്ണമായും ഇറങ്ങി. പഞ്ചാരമുക്ക്, ഏനാമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് എന്നിവിടങ്ങളിൽ പലയിടത്തും വെള്ളം കയറി വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരുന്നു. ശക്തമായ മഴയിൽ വരന്തരപ്പിള്ളി കാരിക്കുളം കടവിൽ തെങ്ങ് കടപുഴുകി വീടിന് മുകളിൽ വീണു. ആർക്കും പരിക്കില്ല. പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മാടന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. തിരുവല്ലാമല മലേശമംഗലത്ത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീണ് വൈദ്യുതി തൂൺ ഒടിഞ്ഞു. തൃശൂർ ഒല്ലൂരിൽ KSRTC സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. ആർക്കും പരിക്കില്ല. ഒല്ലൂരിലെ മിഡാസ് ആശുപത്രിക്ക് സമീപമുള്ള ഷോപ്പിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത്. ഒറ്റപ്പാലത്ത് പെൺകുട്ടിയെ ശാരീരികോപദ്രവമേൽപ്പിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവല്ലാമല കാരയ്ക്കപ്പാടം VK നിവാസിൽ അർജുനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പ്രവർത്തകർ മാർച്ച് നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം UDF സർക്കാർ വെട്ടിക്കുറച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കൊടകര ടൗണിൽ ഏറെക്കാലമായി പ്രവർത്തനമില്ലാതെ കിടന്നിരുന്ന IP ശുചിമുറികളുടെ പ്രവർത്തനം പുനരാരംഭിച്ചു. നവീകരിച്ച ശുചിമുറികളുടെ പ്രവർത്തനോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി നിർവഹിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ ആശാരിത്തോട്ടിൽ മാലിന്യങ്ങൾ നിറയുന്നു. മുണ്ടകൻ പാടത്തേക്ക് വെള്ളമെത്തിക്കുന്ന പ്രധാന തോട്ടിലാണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുള്ളത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച സ്വരം കാവ്യാഞ്ജലി ശ്രദ്ധേയമായി. കാവാലം ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണ സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ K ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ മാങ്കുറ്റിപ്പാടം വാർഡ് വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന സംഗമവും ഔഷധക്കഞ്ഞി വിതരണവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രവീൺ M കുമാർ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളിനോടനുബന്ധിച്ച് പുത്തൂർ ഫൊറോന കൌൺസിലിന്റെ നേതൃത്വത്തിൽ 3ാമത് പദയാത്ര സംഘടിപ്പിച്ചു. പുത്തൂർ ഫൊറോന പള്ളി അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച പദയാത്ര മാർ ബോസ്കോ പുത്തൂർ ഫ്ളാഗ് ഓഫ് ചെയ്തു.
പയ്യന്നൂർ വെറ്റിനറി ഡിസ്പെൻസറിയുടെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് PK സത്യഭാമ അധ്യക്ഷത വഹിച്ചു. തിരുവല്ലാമല വില്യാസ്മൃതിയുടെ സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് തായംകുളങ്ങരയിൽ പ്രവർത്തനം ആരംഭിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത 5-ാം കല്ല് ഓവർബ്രിഡ്ജിന് സമീപം അപകടകരമായ രീതിയിൽ വിള്ളലുകൾ രൂപപ്പെട്ടു. ചേറ്റുവയിൽ നിന്നും വാടാനപ്പള്ളിയിലേക്ക് പോകുന്ന ഭാഗത്താണ് നീളത്തിൽ വിള്ളലുകൾ രൂപപ്പെട്ടത്. ഹിന്ദു ഇക്കണോമിക്സ് ഫോറം തൃശൂർ ജില്ലാ ചാപ്റ്ററിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് അയ്യന്തോളിൽ നടന്നു. ശങ്കരൻകുളങ്ങര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടന്ന ചടങ്ങ് വേൾഡ് ഹിന്ദു ഇക്കണോമിക്സ് ഫോറം സ്ഥാപകൻ സ്വാമി വിജ്ഞാനന്ദ ഉദ്ഘാടനം ചെയ്തു. മാളയിലെ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങൾ മന്ത്രി OJ ജനീഷ്, കളക്ടർ ശിഖ സുരേന്ദ്രൻ എന്നിവർ സന്ദർശിച്ചു. ചാലക്കുടി പുഴയിലെ കണക്കൻകടവ് ഷട്ടറും മന്ത്രിയും ജില്ലാ കളക്ടറും സന്ദർശിച്ചു. മരത്തങ്കോട് മേരിമാതാ ദേവാലയത്തിൽ ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിച്ചു. ആഗസ്റ്റ് 9-നാണ് തിരുനാൾ. പാലനിർമ്മാണം നടക്കുന്ന തയ്യൂർ ആലിക്കൽ ചിറ പ്രദേശത്ത് പുഴ കരകവിഞ്ഞു. പഴയ പാലം പൊളിച്ചതിനെ തുടർന്ന് നിർമ്മിച്ച താൽക്കാലിക നടപ്പാലത്തിലൂടെയുള്ള സഞ്ചാരം നിരോധിച്ചു. ശക്തമായ മഴയിൽ തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മതിലിടിഞ്ഞു വീണു. റോഡിൽ ആളുകളില്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. തൃശൂർ റൂറൽ പോലീസ് ജില്ലയുടെ ഈ വർഷത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിനാഘോഷ പരിപാടികൾ ചേർപ്പ് GVHSS സ്കൂളിൽ നടന്നു. യുവജനക്ഷേമ കായിക രജിസ്ട്രേഷൻ മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ സെറിമോണിയൽ പരേഡ് സല്യൂട്ട് സ്വീകരിച്ച് പതാക ഉയർത്തി. പെരിഞ്ഞനം പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നതായി പരാതി. പെരിഞ്ഞനം വെസ്റ്റിലെ ഹരിതം ഗ്രൂപ്പിന്റെ കൃഷിയിടത്തിൽ കാട്ടുപന്നികൾ കൃഷി നശിപ്പിച്ചു. വിളവെടുക്കാറായ 30ഓളം നേന്ത്രവാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത്. മനക്കൊടി നമ്പോർക്കാവ് ദേവസ്വത്തിന്റെയും ശ്രീഭദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ മുൻ ദേവസ്വം പ്രസിഡന്റും ട്രസ്റ്റ് സ്ഥാപകരുമായ കറുത്തതിൽ കൃഷ്ണൻകുട്ടി അനുസ്മരണ യോഗവും ചികിത്സാ സഹായ വിതരണവും നടത്തി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അരിമ്പൂർ 17-ാം വാർഡിൽ നിന്നും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ CPM കൈപ്പിള്ളി കിഴക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏനാമാവ് പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയേറ്റം. ഫാദർ ഡോക്ടർ ടോണി കൊള്ളന്നൂർ കൊടിയേറ്റം നിർവഹിച്ചു. ആഗസ്റ്റ് 14, 15 തീയതികളിലാണ് ദർശന തിരുനാൾ. കുന്നംകുളം ഗാന്ധിനഗറിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴുകി വീണു. കാണിപ്പയ്യൂർ വീട്ടിൽ പ്രദീപിന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴുകി വീണത്. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ഹിന്ദി ഭാഷാ സാഹിത്യത്തിൽ PhD ബിരുദം നൽകിയ മികച്ച ഗവേഷണ പ്രബന്ധത്തിൽ ഒന്നിന് നൽകുന്ന വികൽപ് അനുസന്ധാൻ പുരസ്കാരത്തിന് ഡോക്ടർ GS ഷികേഷ് അർഹനായി. 20,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രസിദ്ധമായ കോഴിക്കുളങ്ങര പൂജ ഭക്തി നിർഭരമായി നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിനിധി സംഘം പുഴ കടന്ന് കോഴിക്കുളങ്ങരയിലെത്തി വാർഷിക പൂജ നിർവഹിച്ചു. ചന്ദ്രാപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി പൂജിച്ച ഓട് സമർപ്പണവും നടന്നു. ഏനാമാവ് തെക്കേ കോഞ്ചിറ കോൾപ്പടവ് വാർഷിക പൊതുയോഗം വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് PS അബ്ദുൽ അക്ബർ അധ്യക്ഷത വഹിച്ചു. കാക്കശ്ശേരി വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. മേൽശാന്തി പ്രിനിൽ ചേർത്തല പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.